സർജറിക്ക് മുമ്പുള്ള പടമാണ്. പേടിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചിരിച്ചു. സർജറി കഴിഞ്ഞിട്ടും ഞാൻ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ഞാൻ ചിരിക്കായിരുന്നു, ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. ബിക്കോസ് ഐ ബ്ലഡി സർവൈവ്ഡ് ഇറ്റ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആങ്കർ, അഭിനേത്രി, അങ്ങനെ നമ്മൾ കുറച്ച് നാൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലകത്തും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമായിരുന്നു ജുവൽ മേരി. കുറച്ച് നാൾ അവരെ അതിനുശേഷം നമ്മുടെ ആരും കാണാത്ത എവിടെയോ അവർ ചിലപ്പോൾ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് അവർ സ്വതന്ത്രമായ അവരുടെ ലൈഫിലേക്ക് പോയി, വിവാഹമൊക്കെ കഴിഞ്ഞു അവർ പോയി എന്നുള്ളൊരു ചിന്തയായിരുന്നിട്ടുണ്ടാവാം നമുക്കെല്ലാവർക്കും. കാരണം നമ്മളാരും ചിന്തിച്ചില്ല ജുവൽ മേരി എവിടെയെന്ന്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ജുവൽ മേരിയാണ്. ജുവൽ മേരി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം, ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് നടന്ന ഏതെങ്കിലും ഹാർഡായിട്ടുള്ള മൊമെൻറ്റ് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരുന്ന ആൾക്കാർ പറയുന്നതിനെയാണ് മോട്ടിവേഷൻ, അതിൽ നിന്ന് എടുക്കാനുള്ള കാര്യങ്ങളാണ് മോട്ടിവേഷൻ എന്നുള്ളത്. അല്ലാതെ ഈ ചുമ്മാ ഇരുന്ന് വായത്താറടിച്ച് മോട്ടിവേഷൻ എന്ന് പറയുന്നതിനോടൊന്നും അധികം ഞാൻ യോജിക്കത്തില്ല. ഇവിടെ ഈ സ്ത്രീ അവർ അതിജീവിച്ചിട്ടുള്ള ഒരു അവസ്ഥ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ഇഷ്യൂസ്, വലിയ 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 വിഷമങ്ങൾ, സങ്കടങ്ങളും കൊണ്ട് നശിച്ച് നാമാവശേഷമായിപ്പോൾ ഇനി അപ്പുറത്ത് ഹോപ്പില്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാർ നഷ്ടപ്പെട്ടു പോകും, സ്വയം ജീവിതം തന്നെ കളഞ്ഞിട്ട്. അത് വെച്ച് നോക്കുമ്പോഴേക്കും സീരിയസ്ലി അവരുടെ ആ ഒരു ജേണി വല്ലാത്തൊരു ജേണിയാണ്. ഇതാദ്യമായിട്ടാണ് ഈ കഥ അറിയുന്നത്, ഇപ്പോഴാണ് ഈ ഒരു കാര്യം പബ്ലിക്കിലേക്ക് എത്തുന്നത്. അവരത്രയും ആ ഒരു അവരുടെ ലൈഫിലേക്ക് കടന്നുപോയ ആ ഒരു വഴികളെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങൾ, അത് ധന്യ വർമ്മയുടെ ചാനലിനകത്ത് വന്ന ഇൻ്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇവരുടെ ഇന്ന് രാവിലെ അവിചാരിതമായിട്ട് ഈ പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ അഥവാ നമ്മുടെ ജുവൽ മേരിയുടെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫീഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഫീഡിൽ വന്ന ആ ഒരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. 2023 നടന്ന അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സർജറിയെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണ് വന്ന് പറയുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചിലർക്ക് ഇത് ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴാണ് അസുഖം ഉള്ളതെന്നാണ് കുറേ പേര് വിചാരിച്ചിരിക്കുന്നത്. ഇല്ല, എനിക്ക് തൈറോയിഡിൽ ക്യാൻസർ വന്നത് 2023 ഇത് 2025 വർഷം. സോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് എനിക്കിപ്പോൾ യാതൊരു അസുഖവും ഇല്ല. ഞാൻ ഭയങ്കര പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡിവോഴ്സ് ആയാലും എൻ്റെ ക്യാൻസർ ജേർണി ആണെങ്കിലും എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് മനുഷ്യരിൽ എൻ്റെ തന്നെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അവരെ റെപ്രസെൻ്റ് ചെയ്ത് മുന്നിൽ വന്ന് സംസാരിച്ചു എന്നല്ല. ഇവിടെ ചില സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ചില മനുഷ്യരായിക്കോട്ടെ, സമൂഹത്തിൻ്റെ മുമ്പിൽ ചില അവരുടെ ലൈഫിനകത്ത് നടന്ന കഷ്ടതകളും ദീനതകളും അവശതകളും പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പറയും, നമ്മളൊരു കൂട്ടം ആൾക്കാർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു പറയും. തത്വത്തിൽ പറയുന്നതാണെങ്കിലും അത് ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലരത് പറയത്തില്ല, എങ്കിലും നമ്മളത് അംഗീകരിക്കും. ഇവരാണ് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യേണ്ട ആൾ എന്ന് തോന്നിപ്പോവും. ഇവിടെ ഇവർ പറയുന്ന വാക്കുകളിനകത്ത് ഞാൻ ശരിക്കും ചിന്തിച്ചു, ലിറ്ററലി നമുക്ക് വളരെയധികം ആഴത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വാക്കുകളാണ്. പലതും ജീവിതത്തിൻ്റെ അകത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റീബർത്ത് എന്നുള്ള സംഭവം വരുമല്ലോ. ഇപ്പോൾ ക്യാൻസർ എന്നുള്ള സാധനം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ക്യാൻസർ വന്നൊരു വ്യക്തിയും ആ ക്യാൻസർ വന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു മനോഭാവവും അവരുടെ ആ ഒരു പിന്നീടുള്ള മാനസിക അവസ്ഥയും അവരവസ്ഥ തരണം ചെയ്ത് വന്ന ആൾക്കാരത് പറയുന്നതിൻ്റെ ഏറ്റവും ആഴമേറിയ വാക്കുകളാണ് ഇവർ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡിവോഴ്സ് ആയാലും എൻ്റെ ക്യാൻസർ ജേർണി ആണെങ്കിലും എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് മനുഷ്യരിൽ എൻ്റെ തന്നെ സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അവരെ റെപ്രസെൻറ്റ് ചെയ്ത് മുന്നിൽ വന്ന് സംസാരിച്ചില്ല. നമ്മൾ ഒരുപാട് ഇരുട്ടുള്ള ഒരു കടലിൽ കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് നമുക്കൊരു ദിശ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് പറയും. അതുപോലെ ഞാൻ ചെറിയൊരു ചൂട്ട് കത്തിച്ചതേ ഉള്ളൂ. അത് വേണ്ടവർക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും അത് കണ്ടതുകൊണ്ട് ഒരു ഉപകാരമില്ല. എൻ്റെ കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. പക്ഷെ ചിലരത് കേൾക്കേണ്ടതുണ്ട്, ചിലർക്ക് അന്വേഷിക്കുന്നവരുണ്ട്. So I just showed them a little light from my life. എന്തല്ലേ നമ്മുടെ ഫിലോസഫി, നമ്മൾ ചില ആൾക്കാർ അനുഭവത്തിൽ നിന്നും വരുന്ന ഫിലോസഫി ഉണ്ട്. എന്നാൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, അത് എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. ലൈഫിൻ്റെ പല ഘട്ടങ്ങളിലൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് പറയുന്ന സമയത്ത് അവർക്ക് അത്രത്തോളം നമ്മൾ പറയുമല്ലോ, ഈ ഉണ്ടവന് ഒരുപാട് കണ്ടു നിറഞ്ഞവൻ്റെ അല്ലേ, അങ്ങനെ എന്തോ പറയുമല്ലോ, ഉണ്ട് നിറഞ്ഞവൻ്റെ ഉരുള വാങ്ങുക, കണ്ടു നിറഞ്ഞവൻ്റെ കടം വാങ്ങുക. ഈ കണ്ടു നിറഞ്ഞവനും ഉണ്ട് നിറഞ്ഞവനും പിന്നെ അതിനോട് വലിയ ആർത്തിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. ഒത്തിരി അനുഭവിച്ചവനും ഒരുപാട് ക്രൈസിസിലൂടെ കടന്നു പോകാനും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ വരുന്ന സമയത്ത് ഞാൻ പണ്ടങ്ങനെയായിരുന്നു എപ്പോഴും വിളിച്ച് പറയാറും ഇല്ല. അത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടാറൊന്നുമില്ല. ഓക്കെ, ഇതെല്ലാം നമ്മൾ എത്രയോ കടന്നു വന്നു എന്ന ചിന്തയായിരിക്കും. അതുപോലെയാണ് അവരുടെ ആ ഒരു എൻ്റെ ആ സമയത്തുള്ള യാത്ര ഞാൻ ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. ഐ ഡോണ്ട് ഹാവ് മെനി പിക്ചേഴ്സ് ബിക്കോസ്
ഞാനതങ്ങനെ ഓർക്കാനോ എപ്പോഴും അതോർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നീട് ഇങ്ങനെ ഭയങ്കര പേടിയായിരിക്കും, എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും വീണ്ടും വരും. ഞാൻ അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് വരും. ഇപ്പോൾ ഉള്ളതാണ് ജീവിതം. നമ്മുടെ കൂടെ നസ്രിയ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ജീവിക്കുക. മരിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലേ അപ്പോൾ മരിക്കാന്നേ, ഇന്ന് നമുക്ക് ജീവിക്കാം. സർജറിക്ക് മുമ്പുള്ള പടമാണ്. പേടിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചിരിച്ചു. സർജറി കഴിഞ്ഞിട്ടും ഞാൻ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ഞാൻ ചിരിക്കായിരുന്നു, ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. ബിക്കോസ് ഐ ബ്ലഡി സർവൈവ്ഡ് ഇറ്റ്. എന്തോ ഇതിനെക്കാട്ടിലും വലിയ മോട്ടിവേഷൻ കിട്ടാനൊന്നുമില്ല. രാവിലെ ആദ്യം കണ്ട സംഭവമായി ഈ വീഡിയോ. അതുകൊണ്ട് ഞാനത് അപ്പം തന്നെ സേവ് ചെയ്ത് വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കണമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞു തരേണ്ടത്, ഇതൊക്കെയല്ലേ നിങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഇനി ധന്യവർമ്മയുടെ ആ ഒരു വീഡിയോയുടെ ചെറിയ ഒരു ഭാഗം മാത്രം. ലെസ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് ഭയങ്കര പ്രശ്നമാണ്. കുറേ നാളുകൾ അത് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇന്റേണൽ ട്രോമ എനിക്കുണ്ടായിരുന്ന ബാക്കിയുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഐ ഹാഡ് PCOD, ഐ ഹാഡ് ഫൈബ്രോയിഡ്സ്, ഐ ഹാഡ് തൈറോയിഡ് ഇഷ്യൂസ്, ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ അതിൻ്റെ റെഗുലർ ചെക്കപ്പിന് ഞാൻ ഇവിടെ ആസ്റ്ററിൽ പോയി ചുമ്മാ പോയതാണ്. മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ്. മടിച്ചായിരുന്നു. ഞാൻ മര്യാദക്കൊന്നും ഇത് നോക്കൂലായിരുന്നു. ഒരു ഡോസ് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കഴിക്കും. അങ്ങനെ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ എനിക്ക് ഒരു ലക്ഷണങ്ങളോ ഒന്നും, എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. ഐ വാസ് എ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ ടിൽ ദാറ്റ് ഡേറ്റ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇത് ഇവിടുത്തെ ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ശാരീരികമായ മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു 35-40 വയസ്സൊക്കെ എത്തുന്ന സമയം മുതൽ തന്നെ പലതരത്തിലുള്ള ബോഡിയിൽ വരുന്ന ചേഞ്ചസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നാലും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെങ്കിലും അത് നോക്കുക, മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാൻ ശ്രമിക്കുക. കാരണം പിന്നെ വൈകിപ്പോയിട്ട് വലിയ ഗുരുതരമായ രോഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വന്നതിന് ശേഷം അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിടത്ത് നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ചെറുതായിട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല, തലവേദനയാണ്, ചിലപ്പോൾ നെഞ്ചിൽ ഇങ്ങനെ ഗ്യാസ് കയറിയിരിക്കുകയാണ്. നെഞ്ചുവേദനയുള്ള ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും നെഞ്ചിൽ ഗ്യാസ് കയറി. പക്ഷേ എല്ലാ നെഞ്ചുവേദനയും നമ്മുടെ ഹാർട്ടിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വരും, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, IBS പോലുള്ള കാര്യങ്ങളൊക്കെ വരാം. സോ പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മളിൽ ശാരീരികമായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ക്ഷീണം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ഇതൊക്കെ ശരിക്കും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ അഡ്വൈസ് എടുക്കണം. അതിനുള്ള ചെക്കപ്പ് മറ്റുള്ള കാര്യങ്ങൾ എടുക്കണം. കാരണം പിന്നീട് നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് നമ്മളെ തിരിച്ച് കിട്ടത്തില്ല. കാരണം നമ്മൾ ജീവിക്കാൻ വന്നവരാണ്. അത്രയും നാൾ ആരോഗ്യപരമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കുറച്ച് കഫം ഇങ്ങനെ എക്സ്ട്രാ വരും. എപ്പോഴും ത്രോട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണ്, ഒത്തിരി ഒച്ച ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ തൊണ്ട ഓൾറെഡി പൂച്ചമാന്തി പോലത്തെ തൊണ്ടയാണ്. അങ്ങനെ ഞാൻ തമാശക്ക് പറയുന്നത് എൻ്റെ തൊണ്ടയിൽ ഒരു പൂച്ചമാന്തി ഇരിക്കുകയാണ്. ഞാൻ അന്ന് പോയി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ലെറ്റ്സ് ഡു എ സ്കാൻ, റുട്ടീൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ഒരാളാണ്. എനിക്ക് കുറച്ചൊക്കെ സ്കാനിങ് കണ്ട് ഞാൻ മനസ്സിലാവും എന്താണ് നടക്കുന്നത്. ഞാനിങ്ങനെ താല്പര്യമില്ലാതെ പഠിച്ചതാണെങ്കിൽ പോലും താല്പര്യമില്ലായിരുന്നു. ബട്ട് ഞാൻ പഠിച്ചത്, ഞാൻ ഒരു വർഷം പോലും തോക്കാതെ പഠിച്ചത് BSc നഴ്സിംഗ്. നന്നായിട്ട് നല്ല മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് നോട്ട്സ് പോലെ ഇങ്ങനെ വട്ടത്തിൽ അവർ മാർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈകാലൊക്കെ തണുക്കാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടല്ലോ ഈശ്വര. കാരണം ഈ സ്കാൻ ചെയ്ത് സ്കാനിംഗ് റൂമിൽ 2 ഡോക്ടർമാർക്ക്, 2 ചേട്ടന്മാരാണ്, 2 ആളുകളാണ്. ഇവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഇവർക്ക് എന്നെ മനസ്സിലായി, ജുവൽമേരി ആണെന്ന് മനസ്സിലായി, എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് എന്തോ പ്രശ്നം വന്നത്, പക്ഷെ പറഞ്ഞില്ല. എൻ്റെ അടുത്തോണ്ട് പുറത്ത് പോയി വെയിറ്റ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് പുറത്ത് നിൽക്കുക. ഞാൻ ചോദിച്ചാൽ എന്താണ്, എന്തോ ഇത്ര വിഷയമുണ്ടല്ലോ, എന്തോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, നോക്കാം. അപ്പോൾ ഇവരിറങ്ങി വന്നിട്ട് പറഞ്ഞു നമുക്കൊരു ബയോപ്സി എടുക്കണം. ഈ വാക്ക് നമുക്ക് ബയോപ്സി, അത് എനിക്കിപ്പോഴും ഞാൻ പറയാൻ തന്നെ ആ സമയത്ത് എനിക്കിങ്ങനെ കാലിങ്ങനെ ഉറഞ്ഞു പോയി. നാലത്തെ എൻ്റെ കാല അനങ്ങുന്നില്ല, ഇങ്ങനെ ഉറഞ്ഞു പോയി, ഞാൻ ഭൂമിയിൽ ഉറഞ്ഞു പോയി. അപ്പോൾ ഇവർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, പേടി, ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു അത് വേണ്ട. അപ്പോൾ പറഞ്ഞു ഇല്ല മാഡം അത് എടുക്കണം, അത് കുറച്ച് കാര്യമുണ്ട്, അത് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമല്ലോ, ഇപ്പം എടുക്കണം. അന്ന് തന്നെ ബയോപ്സി എടുക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. ബയോപ്സി റൂമിൽ കയറ്റി നേരിട്ട് ഇങ്ങനെ ഒരു വലിയ സൂചി ഇടുക. ബയോപ്സി റൂമിലോട്ട് കയറുമ്പോൾ തന്നെ പുള്ളി മരിച്ചു പോയി. എനിക്ക് കൈകാലൊന്നും അനങ്ങണമെന്നില്ല. അപ്പോൾ അവരിങ്ങനെ എനിക്ക് ഓൾറെഡി ആൻസൈറ്റി പ്രശ്നമുള്ള ഒരാളാണ്, ഞാൻ സിവിയർ ആൻസൈറ്റി പ്രോബ്ലം ഉള്ള ഒരാളാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ശ്വാസം ഒന്നും കിട്ടില്ല. അവർ പിന്നെ കുറേ കൂളാക്കി സമാധാനിപ്പിച്ച് ഞാൻ വേഗം തീർക്ക് നിൽക്കാം. അങ്ങനെ ബയോപ്സി നീഡിലിട്ട് ഒരു ബയോപ്സി എടുത്ത് ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താണെന്ന് പറയാമോ? പറഞ്ഞു യു ഹാവ് നോഡ്യൂൾസ് അറൗണ്ട് യുവർ തൈറോയിഡ്. അത് അത്ര നല്ല ലക്ഷണമല്ല, അപ്പോൾ നമുക്ക് അത് തന്നെ ആവാനാണ് സാധ്യത, നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ എൻ്റെ അടുത്ത് ഏകദേശം അങ്ങനെ തന്നെയാണ് പറഞ്ഞു, ഒരു ഹിന്റ് തന്നു, ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് കുട്ടി എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് ആ ഒരു ബയോപ്സി റിസൾട്ട് വന്നതിന് ശേഷം ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട വീഡിയോയിനകത്ത് ജുവൽമേരി പറഞ്ഞത്. സ്വന്തം ജീവിതത്തിൻ്റെ അകത്തു നിന്ന് ഡിവോഴ്സും ഫൈറ്റ് ചെയ്ത് നേടിയെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്യാൻസറിനെയും ഭയമുണ്ടായിട്ട് പോലും ഭയപ്പെടാതെ ആ ക്യാൻസറിനെയും തോൽപ്പിച്ചു. ഒരു ക്യാൻസർ സർവൈവറാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഡിവോഴ്സി ആയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ക്യാൻസറിൻ്റെ ഇതൊക്കെ വന്നിട്ടും പിന്നെയും സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഉറച്ച ശബ്ദത്തോടു കൂടി
ഞാനിതൊക്കെ വെല്ലുവിളികളൊക്കെ നേരിട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയൊരു ഇൻസ്പിറേഷനൊന്നും ഈ തരാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറേയധികം ക്യാൻസർ പേഷ്യൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലതൊക്കെ വളരെ ഇപ്പോൾ ഓർക്കുമ്പോഴും വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. മടിയിൽ പിടിച്ചിരുത്തിയ 10 വയസ്സുകാരനായിട്ടുള്ള അഭിഷേക് മോനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കും. അതിന് മുമ്പ് ഞാൻ ഏതൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ഒരു മോനൊന്നും ഇല്ല, അവരെ സംരക്ഷിക്കേണ്ട അവൻ്റെ അച്ഛൻ ഇല്ല, അവൻ്റെ അമ്മയ്ക്ക് ഇവിടെ ബ്രെയിൻ ട്യൂമറാണ്, അവൻ്റെ അനുജൻ എന്താ പറയുക മെൻ്റലി ചലഞ്ചറാണ്. ആ അമ്മയുടെയും ഈ അഭിഷേകിൻ്റെ അച്ഛന് ബാബുച്ചേട്ടന് മരണപ്പെട്ടതിന് ശേഷമുള്ള ഇവരുടെ ലൈഫിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തിരക്കിയിരുന്നു ഇടയ്ക്കൊക്കെ അന്ന് സംസാരിച്ച ആൾക്കാരോട്, ഇന്ന് അതൊന്നും അറിയില്ല. സോ ആ കുട്ടി എൻ്റെ മടിയിലിരുന്നു, ഞാൻ എടുത്ത് കളിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അവനെ കാണാനൊക്കെ പോയി. അതാ പറഞ്ഞത്, ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ മൈൻഡൊക്കെ നമ്മൾ ഭയങ്കര അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഞാനെന്തോ വലിയ സംഭവമാണ് ഞാൻ എന്ന് പറയുന്ന സംഭവം ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ചുമ്മാ ഈ RCCയുടെ ആ ഭാഗത്തൊക്കെ ചുമ്മാ ഒക്കെ പോകാറുണ്ട്. അവിടെ തലമുടിയില്ലാത്ത കീമോ ചെയ്ത് തലമുടി പോയ ആൾക്കാർ, അതോടൊപ്പം തന്നെ വളരെ സുന്ദര കുട്ടപ്പന്മാർ, സുന്ദര കുട്ടികളെ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതൊക്കെ അവരുടെയൊക്കെ കീമോ അവരുടെ ഈ ഒരു ഇതും ആ ഒരു വിറങ്ങലിച്ച മനസ്സും മുഖവും ആയിട്ടൊക്കെ നടക്കുന്ന കുറേ അധികം ആൾക്കാരും കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത്രയും ഞാൻ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇങ്ങനെ പലതരത്തിലുള്ള ഭയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കുറച്ച് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്യാൻസർ വന്ന് നിൽക്കുന്ന ആൾക്കാർ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, നിരന്തരമായ ട്രീറ്റ്മെൻറ്റ്, പിന്നീട് ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, മറ്റ് പലതും. എല്ലാ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത ഉടനെ അത് ക്യാൻസറായിട്ട് ഇതാവുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ശാരീരികമായ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റാതെ തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് അതൊന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അഥവാ ഉണ്ടെങ്കിൽ അതിനോട് ട്രീറ്റ്മെൻറ്റും ചെയ്യുക. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ജുവൽ മേരിയുടെ ഈ ഒരു സർവൈവൽ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.